ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണില്ലേ? എനിക്ക് ഫാമിലിക്ക് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരുപാടായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബിസി ആയിരുന്നു, ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ്, ഡെയിലി ഒരു 1000 രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആർക്കും തന്നെ ചെയ്യാം, വീട്ടമ്മമാർക്കും അതുപോലെ കുട്ടികൾക്കും. 18 വയസ്സായ എല്ലാ കുട്ടികൾക്കും ഒരു സ്മാർട്ട് ഫോൺ മാത്രം കയ്യിലുണ്ടായാൽ മതി. ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇതിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും എന്നോട് കമൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപക്ഷെ ക്ലിയർ ആയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ ഓൺലൈൻ ബിസിനസ്സാണ്. റീസെല്ലിംഗ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജോയിൻ ആവാൻ പറ്റും. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കൊരു 800 സംതിങ്ങോളം റീസെല്ലേഴ്സ് ഉണ്ട്. കസ്റ്റമർ ഒരു 6000 ഉണ്ട്. അതല്ല, കസ്റ്റമേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്, റീസെല്ലിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ വീട്ടിലിരുന്നിട്ട് നല്ലൊരു ഏണിങ്സ്. എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് 500 1000 ഒക്കെ ഡെയിലി ഉണ്ടാക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത, ഗ്രൂപ്പ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾക്കാണ് ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഉറപ്പായാലും കിട്ടും, ഷുവറാണ്. അപ്പോൾ ഒരു രൂപ പോലും നിങ്ങൾ മുടക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ കമൻറ്റ് ബോക്സിൽ. അതിലൊന്ന് കയറിയാൽ ഞാൻ ഡെയിലി അതിൽ എൻ്റെ കയ്യിൽ വരുന്ന എല്ലാ ഡ്രസ്സിൻ്റെ അപ്ഡേഷൻസും ഇടും. ഡ്രസ്സ് ഇടും, അതുപോലെ തന്നെ ഡ്രസ്സ് ഏത് മെറ്റീരിയലാണ്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളും A to Z കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ നിങ്ങളെ ഫോണിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർ എന്നെ PM വന്ന് മെസ്സേജ് അയക്കാൻ മതി. ഈ ലിങ്ക് വഴി കയറി എൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ അതിൽ വന്നാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് പേർക്ക് ഗ്രൂപ്പ് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളാണ് ഇപ്പോൾ ഡെയിലി 1000 വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്കും വാങ്ങാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അറിയുന്നവർ ചെയ്യേണ്ടത്, ഫോണിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനെയും അതുപോലെ കുറച്ച് ഫ്രണ്ട്സുകളെയും കുറച്ച് നെയ്ബേഴ്സിനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പിന് നല്ലൊരു പേര് കൊടുക്കുക. അതായത് നമ്മൾ ഓൺലൈൻ ബിസിനസ് ആണല്ലോ, ഡ്രസ്സ് സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ കിഡ്സിൻ്റെ എന്തെങ്കിലും ഫാഷൻ സ്റ്റോർ അല്ലെങ്കിൽ കിഡ്സിൻ്റെ എന്തെങ്കിലും പേര്, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അങ്ങനെ കൊടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ അഡ്മിൻസ് ഓൺലി ആക്കണം കേട്ടോ. അതായത് നിങ്ങൾ മാത്രമേ അതിൽ അപ്ഡേഷൻ ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ളവർക്ക് കൂടി ഡൗട്ട് ചോദിക്കാൻ പാടില്ല. ഡൗട്ടൊക്കെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് വന്ന് ചോദിക്കണം. എന്നിട്ട് അഡ്മിൻസ് ഓൺലി ആക്കുക. സെറ്റിങ്സിൽ പോയാൽ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ആദ്യം നിങ്ങളൊരു എന്തെങ്കിലും ഒരു ഇമോജി തുടങ്ങുമ്പോൾ ഒരു ഓപ്പണെന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾ പറയണം, ഇത് ഡ്രസ്സിൻ്റെ ഒരു ഓൺലൈൻ ബിസിനസ് ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇങ്ങനെ ആളുകൾ ചോദിക്കുമല്ലോ എന്തിൻ്റെ ഗ്രൂപ്പാണെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ ഡ്രസ്സ് റീസെല്ലിങ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോസ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഷെയർ ആക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ കാറ്റലോഗ് ഉണ്ടാവുമല്ലോ, എൻ്റെ ഡ്രസ്സിൻ്റെ താഴെ ഉണ്ടാവും എല്ലാ ഡ്രസ്സിൻ്റെയും കാറ്റലോഗ്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ആ പ്രൈസിൽ ഞാനിപ്പോൾ ഒരു 1000 ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടിടുമ്പോൾ 1100 1200 എന്നാൽ നിങ്ങൾക്ക് നമുക്കൊരു ഡ്രസ്സ് കാണുമ്പോൾ തോന്നുമല്ലോ അതിന് എത്ര നമുക്ക് കിട്ടും എന്നുള്ളത്. അത് നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് നിങ്ങളിടുക. നിങ്ങളെ മാർജിൻ നിങ്ങളാണ് കൂട്ടിയിടേണ്ടത് കേട്ടോ. ഒരു 1000 ആണെങ്കിൽ ഒരു 1100, എക്സാമ്പിൾ പറഞ്ഞതാണ് 1000 ഡ്രസ്സിനുണ്ടെങ്കിൽ 1100 1200 ആക്കിയിട്ട് നിങ്ങളെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിടുക. പിന്നെ നെക്സ്റ്റ് എന്നുള്ളൊരു സ്റ്റിക്കർ ഇമോജി ഉണ്ടാക്കുക. അത് ഇട്ടിട്ട് ശേഷം പിന്നെ അടുത്ത ഡ്രസ്സ് ഇടുക, അടുത്ത പ്രൈസ് ഇടുക. അപ്പോൾ ഈ പ്രൈസ് ഇടുമ്പോൾ നിങ്ങളിത് കാറ്റലോഗിൽ ഇതിൻ്റെത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ പോകുമ്പോൾ നിങ്ങൾ ഉറപ്പായും ശ്രദ്ധിക്കണം, ഈ പ്രൈസോട് കൂടിയാണ് കൊണ്ടുപോയിടരുത്. നിങ്ങളെ മാർജിൻ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ഡ്രസ്സും ഇപ്പോൾ അങ്ങനെ എന്നും ഡെയിലി മെയിനായിട്ട് നമുക്ക് ഓർഡർ കിട്ടാനുള്ള മെയിൻ ഓപ്ഷൻസ് പറഞ്ഞാൽ ഡെയിലി അപ്ഡേഷൻ നടത്തുക. വേറെ ഒരു ഇതുമില്ല, ഡെയിലി ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവണം. അതായത് നിങ്ങൾ ഒരു സെറ്റ് നമുക്ക് ഫസ്റ്റ് ദിവസം ഭയങ്കര ഒരു എനർജിക്ക് നമ്മളൊക്കെ ഇടും. പിന്നെ നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ലെഫ്റ്റ് ആക്കി പോണത് കാണാം. ഒരുപാട് പേര് പോകും, ആരും പിടിച്ചു വെക്കണ്ട. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇടുന്നതനുസരിച്ച് നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളെ ഗ്രൂപ്പിൻ്റെ നിങ്ങൾ ഉണ്ടാക്കിയ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നെ അതിൽ കൊണ്ടുപോയിട്ടിട്ട് പറയാം, ഒന്ന് പ്ലീസ് ഷെയർ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നൊക്കെ എഴുതിയിട്ട് വിടാം. അപ്പോൾ അവരോരോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വിട്ടുകൊടുക്കും. അത് നമ്മൾ അപ്ഡേഷൻ വഴിയാവും ഒരു വിട്ടുകൊടുക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലായാൽ ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയല്ല, ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് എവിടുന്ന വാങ്ങി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഒരു നമ്പർ തരുമെന്നൊക്കെ ചോദിക്കൂല. അതുപോലെ തന്നെ നിങ്ങളെ ലിങ്ക്, ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊണ്ടുപോയിട്ട് അപ്ഡേഷൻ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇടുക, പ്ലീസ് ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഷെയർ ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് കിട്ടും. മെയിൻ കസ്റ്റമേഴ്സ് കിട്ടാനുള്ള മെയിൻ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ.
ഡെയിലി അപ്ഡേഷൻ നടത്തുക. അതുപോലെ തന്നെ നിങ്ങളെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് വെക്കുക, ആ ഗ്രൂപ്പിൽ തന്നെ കൊണ്ടുപോയിടുക. നിങ്ങളെ ഫ്രണ്ട്സിനെ അയച്ചിട്ട് അവരോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാൻ അങ്ങനെ ആളുകളെ കിട്ടും. ഞാൻ വെറും 60 ആളുകളെ വെച്ച് തുടങ്ങിയ ബിസിനസ്സാണിത്, 5 വർഷമായി. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയല്ല ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ദിവസം വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു രൂപ ഇതിനൊരു മുടക്കില്ല, നിങ്ങൾ വെറുതെ ഫോണിൽ കാണുന്ന ടൈം മാത്രം മതി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഡ്രസ്സ് ഇടുക. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഒരു ഓർഡർ വരികയാണ്, ഒരു കസ്റ്റമർ നിങ്ങളെ പേഴ്സണൽ വന്നിട്ട് പറയണേ ഈ ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ, എനിക്കിത് വേണമെന്ന് പറയണമെങ്കിൽ നിങ്ങളോട് ഇന്നോട് വന്ന് ചോദിക്കാം ഈ ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഉണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറെ കയ്യിൽ നിന്നും നെയിം വേങ്ങണം, ആരെ പേരിലാണോ അയക്കേണ്ടത് അവരെ അഡ്രസ്സ് മൊത്തം വേങ്ങുക. നെയിം, അഡ്രസ്സ്, പിൻകോഡ്, പ്ലേസ്, മൊബൈൽ നമ്പർ, സൈസ് ഏതാണെന്നുള്ളതൊക്കെ വാങ്ങിയിട്ട് ഫ്രം അഡ്രസ്സിൽ നിങ്ങളെ പേരും നിങ്ങളെ മൊബൈൽ നമ്പറും കൂടി എനിക്ക് അയച്ചു തരാം. ഞാനത് നിങ്ങൾ അപ്പം തന്നെ എനിക്ക് ക്യാഷ് അയക്കണം. എൻ്റെ ഗൂഗിൾ പേ നമ്പറിൽ തന്നെ നിങ്ങൾ ക്യാഷ് അയച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നെങ്കിൽ നിങ്ങളെ സാധനം അന്ന് തന്നെ നമ്മൾ ഡിസ്പാച്ച് ആക്കുമ്പോൾ നിങ്ങൾ അന്ന് തന്നെ നമ്മൾ ട്രാക്ക് ഐ ഡിയും ഏൽപ്പിക്കും. അപ്പോൾ എന്തായി, നിങ്ങൾക്കും ആ സ്പോട്ടിൽ തന്നെ പൈസ കിട്ടും. കസ്റ്റമർ ആദ്യം ഗൂഗിൾ പേ വഴി പൈസ അയച്ചാലാണ് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് അവർക്കും കൊടുക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒരു 1200 അവർ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ 200 നിങ്ങളെ പൈസയാണ്, അത് നിങ്ങൾ എടുക്കുന്നത്. 1000 എനിക്ക് അയക്കുന്നത്, ഞാൻ അന്ന് തന്നെ അവരെ സാധനം അയച്ചു കൊടുക്കും, അവരെ അഡ്രസ്സിൽ അയക്കും. ഫ്രം അഡ്രസ്സിൽ നിങ്ങളെ പേരും നിങ്ങളെ മൊബൈൽ നമ്പർ, അപ്പോൾ നിങ്ങളാണ് അയച്ചെന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഡ്രസ്സ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഏത് കൊറിയറാണ് ചെയ്യുന്നത് എന്നുള്ളത്. TTDC ചെയ്യുന്നുണ്ട്, അതുപോലെ പോസ്റ്റൽ ചെയ്യുന്നുണ്ട്. കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. പോസ്റ്റിലാകുമ്പോൾ ഡിലേ വരും, 7 days ഒക്കെ പിടിക്കുക. അതേ നമ്മൾ കസ്റ്റമറോട് പറയും. അതുപോലെ നിങ്ങളും പറഞ്ഞു കൊടുക്കുക. TTDC ആകുമ്പോൾ ഒരു 3-4 days കൊണ്ടൊക്കെ നമുക്ക് ഡിസ്പാച്ച് ആക്കി അവരുടെ കയ്യിൽ കിട്ടും. അങ്ങനെയാണ് അയക്കണ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ പറയുന്നതാണ് എങ്ങനെ അർഷത്താ നമുക്ക് പെട്ടെന്ന് ഓർഡർ കിട്ടുക, അതുപോലെ തന്നെ കസ്റ്റമർ എങ്ങനെ കിട്ടും. കസ്റ്റമർ കിട്ടാൻ മെയിൻ ഓപ്ഷൻസ് ഇതേ ഉള്ളൂ. ഡെയിലി അപ്ഡേഷൻ, ഞാൻ അയക്കുന്ന എല്ലാ അപ്ഡേഷൻസും പോയിട്ടിടുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടുക. പിന്നെ ഒരുപാട് പേര് ചോദിക്കണ ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവണമെന്ന്. സ്റ്റോക്ക് ഔട്ട് ആവണമെന്നുള്ള കാര്യം നിങ്ങളെ മിസ്റ്റേക്ക് തന്നെയാണ്. നിങ്ങൾ ഓരോരോ എല്ലാവരും പറയല്ലോ കേട്ടോ. ചില ആളുകൾ എന്താ കാട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നിടുന്ന ഡ്രസ്സ് അവർ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ ഗ്രൂപ്പ് കൊണ്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനം ഔട്ട് ആയിട്ടുണ്ടാവും. ഒരുപാട് കസ്റ്റമേഴ്സും റീസെല്ലേഴ്സും ഉള്ളതാണ്. അപ്പോൾ എങ്ങനെ ഔട്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നാന്ന് വരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ സ്പോട്ടിൽ തന്നെ നിങ്ങളെ കൊണ്ട് അയക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അന്നെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാകുമ്പോൾ നിങ്ങൾക്ക് ആ കസ്റ്റമറിന് എന്നും മോഡൽസ് കാണാം. അപ്പോൾ ഒരു സെലക്ട് ആക്കിയിട്ട് അങ്ങനെ ഓർഡർ തരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വൈകി വെക്കരുത്. എന്ത് നാളെ അയച്ചു കൊടുക്കല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒരുപാട് പേര് പിന്നെ അങ്ങനെ ഫോണിൻ്റെ ഹാങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ ലെഫ്റ്റ് ആവുന്നത്. അവരോട് പറയാം, ഗ്രൂപ്പിൽ ഒരുപാട് പേർക്ക് പറയാവുന്നതാവില്ല. ഗ്രൂപ്പിൽ മീഡിയ വിസിലിറ്റിയിൽ പോയാൽ, സെറ്റിങ്സിൽ മീഡിയ വിസിലിറ്റിയിൽ പോയാൽ നോ കൊടുത്താൽ മതി. അപ്പോൾ ഗ്യാലറിയിൽ വരില്ല, ഫോണത്തെ ആ ഗ്രൂപ്പിൽ തന്നെ വരുള്ളൂ. അത് അവരോട് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ നോക്കൂട്ടോ. പിന്നെ ഡെയിലി നിങ്ങളുടെ കയ്യിലാണ് കസ്റ്റമേഴ്സ് എങ്ങനെ പിടിച്ച് നിർത്തണം എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ്, ഡെയിലി അപ്ഡേഷൻ നടത്തുക, നല്ലൊരു ഗ്രൂപ്പായിട്ട് കൊണ്ടെടുക്കുക, നല്ലൊരു പേരും. രാവിലെ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകണ പോലെ തന്നെ രാവിലെ ഒരു മുസ്ലിംസ് ആണെങ്കിൽ അസ്സലാമു അലൈക്കും എന്നല്ല, മറ്റൊരാണെങ്കിൽ നമസ്കാരം, എന്തായാലും കുഴപ്പമില്ല, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അത് കൊടുക്കുക. അല്ലെങ്കിൽ ഓപ്പൺ എന്നുള്ള ഞാൻ ഓപ്പൺ എന്നൊക്കെയുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്, വേണമെങ്കിൽ ഇല്ലാത്തവർക്ക് ഞാൻ അയച്ചു തരും. അതൊരു മടിയും ഇരിക്കണ്ട. ഗ്രൂപ്പിൽ നമ്പറിൽ വന്നിട്ട് മെസ്സേജ് അയക്കാനൊക്കെ കാര്യങ്ങൾ പറഞ്ഞുതരും കേട്ടോ. അതിൽ അയക്കുക, നല്ലപോലെ ഡ്രസ്സ് അയച്ചു കൊടുക്കുക, കാറ്റലോഗ് അയക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ ഞാൻ ഒരു ദിവസമൊക്കെ നമ്മളടുത്ത് 1000-ത്തിലപ്പുറം സ്റ്റോക്ക് വരും. പക്ഷെ നമ്മളെല്ലാം കൂടി അയച്ചു കൊടുക്കാറില്ല. ഒരു 500 നമ്മൾ അയച്ചു കൊടുക്കുള്ളൂ. ഡെയിലി ഒരു ഫോട്ടോസ് തരിക. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളെ ഗ്രൂപ്പിൽ അങ്ങനെ ഷെയർ ചെയ്യണേ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുക അവർക്ക്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഫ്രണ്ട്സുകൾക്കും നല്ല കളക്ഷൻസ് ഉണ്ട്, ഇതിലൊന്ന് ജോയിൻ ആവും എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എത്ര മാത്രമാണ് ഡെയിലി അപ്ഡേഷൻ നടത്തുക. അപ്പോൾ കസ്റ്റമേഴ്സ് കിട്ടും. അതുപോലെ തന്നെ ഡെയിലി ഓർഡർ കിട്ടാനുള്ള ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന്. ഒരിക്കലും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല. നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm, ബാങ്ക് ട്രാൻസ്ഫറിങ് ആണ് കേട്ടോ. അപ്പോൾ അതോടാണ് നിങ്ങൾക്കും അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ക്യാഷ് കിട്ടുന്നത്. അതാണ് നമ്മൾ റീസെല്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. റീസെല്ലിംഗ് ഇത്രേ ഉള്ളൂ. ഞാനിടുന്ന ഫോട്ടോസ് നിങ്ങളെ ഗ്രൂപ്പിൽ കൊണ്ട് ഷെയർ ചെയ്യുന്നത്, ഞാനിടുന്ന പ്രൈസിൽ നിന്ന് നിങ്ങൾ 100-200 കൂട്ടിയിട്ട് നിങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ക്യാഷ് തന്നെ നിങ്ങൾക്ക് അന്ന് തന്നെ കിട്ടും. ഒരു രൂപ പോലും നിങ്ങൾക്ക് മുടക്കില്ല. ഒരു ദിവസം എൻ്റെ കീഴിലൊക്കെ 500-1000 ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട്. അവരുടെ സന്തോഷമൊക്കെ വന്ന് അറിയിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മളും കൊണ്ട് ഒരാൾ രക്ഷപ്പെടുക എന്നുള്ളതിൽ ഒരുപാട് പേർക്ക് പുറത്തൊന്നും പോയിട്ട് ജോലി ചെയ്യാൻ പറ്റൂല. അതുപോലെ നമ്മൾ 10 വരെ പഠിച്ച ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് തന്നെ ചെറിയ കുട്ടികളുണ്ടായതുകൊണ്ട് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കട്ടെ, ആർക്കെങ്കിലും ഒരു ഉപകാരമാവട്ടെ. അപ്പോൾ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ആവാം. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് കയറിയിട്ട് ജോയിൻ ആയാൽ മതി. എന്ത് ഡൗട്ട് തന്നെ ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക, ഒരു മടിയും വേണ്ട. രാത്രി 10 മണി വരെ ഞാനുണ്ടാവും ഓൺലൈനിൽ. അതിനുള്ളിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ ഒക്കെ ക്ലിയർ ആക്കി തരും കേട്ടോ.
പിന്നെ നമ്മളത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്, അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ മറ്റുള്ളവർ കാണുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓർഡർ കിട്ടാനുള്ളത് മെയിൻ അപ്ഡേഷൻ തന്നെയാണ്. പിന്നെ സ്റ്റാറ്റസ് വെക്കുക, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, എവിടെ വേണമെങ്കിലും ഡ്രസ്സിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക കേട്ടോ. ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഒരുപാട് പേര് ചോദിക്കലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റുമോ, യൂട്യൂബിൽ ഇടാൻ പറ്റുമോ എന്നൊക്കെ. ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. 100% ജെന്യൂനാണ്. അതൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ. അതൊക്കെ ക്ലിയർ ആക്കാൻ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കയറിയിട്ട് ജോയിൻ ആവുക, മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കൊറിയർ എങ്ങനെ അയക്കലെന്ന് പറഞ്ഞ് DTDC പോസ്റ്റിലാണ് അയക്കൽ. പിന്നെ ക്യാഷിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഗൂഗിൾ പേ ആണ്, ഫോൺ പേ ആണ്, Paytm വഴിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഡ്രസ്സ് കാര്യങ്ങൾ അയക്കുന്നതും എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നവർക്കൊന്നും ഒരു ഐഡിയ ഇതുവാണെന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് എന്നോട് ചോദിക്കുക, പേഴ്സണലായിട്ട് വരാം. കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറുമ്പോൾ എൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.